പ്രശാന്തേട്ടാ, ആ ഹലാൽ ഫുഡ് കഴിക്കാറുണ്ടോ? നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ ഹലാൽ ഒന്നാമത്തെ കാര്യം മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആളല്ല ഞാൻ. അല്ല, ഒരു ഹോട്ടലിൽ ചെല്ലുന്നു. ആ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടെ ഹലാൽ ഫുഡ് മാത്രമേ ഉള്ളൂ. ചേട്ടൻ കഴിക്കും? നമുക്ക് അറിയില്ലല്ലോ ഹലാൽ. ഞാൻ ഹലാലാണോ നോൺ ഹലാലാണോ എന്നുള്ളതല്ല, ഞാനൊരു സസ്യാഹാരിയാണ്. അപ്പോൾ സസ്യാഹാരം കഴിച്ച് ശീലിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് സസ്യാഹാരം എവിടെ കിട്ടിയാലും കഴിക്കും. നമുക്കതിനകത്ത് എല്ലാ ആഹാരവും അതിൽ ഹലാലാണോ അല്ലയെന്നൊന്നും നമുക്കത് അറിയാൻ വഴിയില്ലല്ലോ. ഇത് ഹലാലാണോ അല്ലയോ എന്ന് നമ്മളെങ്ങനെ അറിയും? ഒരു ഭക്ഷണം, പാചകം ചെയ്ത ഭക്ഷണം ഒരാൾ കൊണ്ടുതരികയാണ്, നമ്മൾ കയറുന്നു, ഓർഡർ ചെയ്യുന്നു, അപ്പോൾ പാചകം ചെയ്ത ഭക്ഷണം കൊണ്ടുവരികയാണ്. ഇത് ഹലാലാണെന്ന് ഈ പാചകം ചെയ്ത ഭക്ഷണത്തിൽ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിനകത്ത് സീല് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഈ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ എന്തിനാണ് ഈ ഹലാലും ഹറാമും ഒക്കെ കലർത്തുന്നത്? എന്തിനാണ്? അതൊരു നേരത്തെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ വിവാദം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. എന്തിനാണ് ഹോട്ടലുകളിൽ ഹലാൽ ബോർഡുകൾ, ഹലാൽ സർട്ടിഫിക്കേഷൻ എന്തിനാണ്? വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ തന്നെ നമ്മുടെ കൊച്ചിയിലെ തന്നെ ഒരു ഹോട്ടൽ, അതെ ഇവിടെ തൃപ്പൂണിത്തറയിൽ, അതെ, ഒരു ഹോട്ടലിൽ ഒരു ആള് കയറാൻ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവർ ഹലാൽ ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് പറയുന്നു. അയാൾ തിരിച്ചിറങ്ങി പോകുന്നു. അങ്ങനെ കുറെ വിവാദം. അന്നോട്ട് അവര് അവിടെ ഹലാൽ ബോർഡ് വെച്ചു. അതായത് ഇവിടെ ഹലാൽ ഭക്ഷണം കിട്ടില്ല എന്ന് ബോർഡ് വെച്ചു. ഇപ്പോ ഈ വിഷയം വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതെ, എയർ ഇന്ത്യയാണ് ഹലാൽ ഫുഡ്, നോൺ വെജ് ഹലാൽ ഫുഡ് ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് യാത്രക്കാർക്ക് ഒഴിവാക്കാൻ തീരുമാനിക്കുക എന്നുള്ളതല്ല, ആവശ്യമുള്ളവർക്ക് മാത്രം ഹലാൽ ഫുഡ് വേണം, ആവശ്യപ്പെടുന്നവർക്ക് അത് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തോന്നുന്നു ചേട്ടന്? എയർ ഇന്ത്യ അവരുടെ ഒരു നല്ല തീരുമാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്ന തരത്തിലുള്ള ഭക്ഷണം വേണം എന്ന് ഒരു യാത്രക്കാരൻ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാൻ അവർ സന്നദ്ധരാകുന്നതിൽ തെറ്റില്ല. അത് അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ ഇപ്പോൾ എയർ ഇന്ത്യ അറിയാമല്ലോ, നമുക്ക് ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുത്തതിന് ശേഷം വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവരിപ്പോൾ വിസ്താരയായിട്ട് ലയിച്ചു. അപ്പോൾ ഈ വിസ്താരയുമായിട്ട് ലയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മാറ്റവും വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത്, ഈ നമ്മുടെ എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താ പറയണ്ടേ, ഇനി മുതൽ എല്ലാവർക്കും ഈ ഹലാൽ ഭക്ഷണം കിട്ടില്ല. ഹലാൽ ഭക്ഷണം വേണമെന്നുള്ളവർ നേരത്തെ ആവശ്യപ്പെടണം, മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അത് അവർ പറയുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിമാനത്തിനുള്ളിലും ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അവരിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിമാനത്തിൽ കയറിയതിന് ശേഷം പിന്നെ ഒരു കച്ചട ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഈ മുസ്ലിം മീൽ MOML എന്ന് അടയാളപ്പെടുത്തി അതിൽ മാത്രമേ ഈ ഹലാൽ ഭക്ഷണം കിട്ടുകയുള്ളൂ. അവരതിന് കണ്ടീഷനൊക്കെ പറയുന്നുണ്ട്. അവർ ചില എന്താ പറയുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഏത് സാധനം വാങ്ങുമ്പോഴും അത് ഒരു എന്താ പറയുക, ഒരു മെഷീൻ ആകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ, അതിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അത് സ്പെഷ്യൽ ഫുഡ് SPML എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. ഏതാ? ഈ പറയുന്ന മുസ്ലിം മീൽ. അതിനകത്താണ് ഹലാല് വരുന്നത്. ഇപ്പോൾ ഒരു ഹലാല് വേണ്ടാത്ത മുസ്ലിങ്ങളും ഉണ്ടാവും, നമുക്കറിയില്ലല്ലോ. ഒരു യാത്രക്കാരൻ ഇയാൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ഒരുപക്ഷെ പേര് കൊണ്ടൊക്കെ അറിയാൻ പറ്റിയേക്കാം. പക്ഷേ ഇപ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് ഹലാൽ ഫുഡ് മതി എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഇയാൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ആ ഓപ്ഷനിൽ അവർക്കത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഹലാൽ ഭക്ഷണം കിട്ടും. അതായത് ഹലാൽ പൂർണ്ണമായിട്ടും അവർ നിരോധിച്ചിട്ടില്ല. ഹലാൽ സർട്ടിഫൈഡ് ഫുഡ് ആവശ്യപ്പെടുന്നവർക്ക്, മുൻകൂട്ടി ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാൻ ടാറ്റ തയ്യാറാണ്. അത് കൊടുക്കുകയും ചെയ്യും. അതുപോലെ അവർ മറ്റൊരു ഒരു വലിയ എന്താ പറയുക, വിപ്ലവകരമായ തീരുമാനമാണ് ഇതൊക്കെ. സൗദി അറേബ്യ അങ്ങോട്ടുള്ള എല്ലാ വിമാനങ്ങളിലും ഹലാൽ ഭക്ഷണമേ കിട്ടുള്ളൂ. കാരണം അത് അവിടുത്തെ ആൾക്കാർ കൂടുതൽ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന മലയാളികളും ഉണ്ട്. അവർക്ക് സൗദി അറേബ്യയിലെ വിമാനം, സൗദി അറേബ്യയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിൽ നമുക്ക് ഇതേ കിട്ടുള്ളൂ, ഹലാൽ ഭക്ഷണമേ കിട്ടുള്ളൂ. അത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജിദ്ദ, ദമാം, റിയാദ്, മദീന എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെ ആണ് ഇത് ഹലാൽ ഭക്ഷണം ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റത് കൂടാതെ ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ ഹജ്ജ് വിമാനങ്ങളിലും ഹലാൽ ഭക്ഷണമായിരിക്കും.
അത് തീർച്ചയായിട്ടും അവര് ഹജ്ജ് തീർത്ഥാടനത്തിന് പോവല്ലേ, അവരുടെ മതപരമായ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടി കൂടുതലും മുസ്ലിങ്ങളുമായിരിക്കും. അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഹലാൽ ഭക്ഷണം തന്നെ കഴിക്കണം. അതുകൊണ്ട് അത് ആ ഹജ്ജ് വിമാനങ്ങളിലെല്ലാം ഇതായിരിക്കും കൊടുക്കുന്നത്. ഇനി പിന്നെ എല്ലായ്പ്പോഴും യാത്രക്കാരുടെ ഈ യാത്രക്കാർ 100 പേരുണ്ടെങ്കിൽ 100 ഇഷ്ടങ്ങളും 100 ടേസ്റ്റുകളും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ഉള്ള ഒരു നിലപാടാണ് ടാറ്റ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സത്യത്തിൽ നമ്മൾ ടാറ്റയുടെ കാര്യത്തിൽ ഈ വിമാനത്തിനുള്ളിൽ ഭക്ഷണം കിട്ടുന്നതിനെക്കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതൊരു മാതൃകയാണ്. എന്താണ്? അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഒരാളിന് ഹലാൽ ഭക്ഷണം വേണമെന്നുള്ളവർ അത് കിട്ടുന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചത് കഴിച്ചോട്ടെ. ഒരു കടയിൽ വന്നു ഇവിടെ ഹലാൽ സർട്ടിഫൈഡ് എന്നൊരു ബോർഡ് അവിടെ പുറത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഹലാൽ ഭക്ഷണം കിട്ടുമെന്നാണ് അറിയുന്നത്. അവർ കയറി ഹലാൽ ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചോട്ടെ, അതവരുടെ ഇഷ്ടം. ഇനി ഒരു സ്ഥലത്ത് ഹലാൽ ഭക്ഷണം കിട്ടില്ല, നിങ്ങൾ അവിടെ പോകണ്ട. നിങ്ങൾക്ക് അവിടുന്നേ കഴിക്കുള്ളൂ എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹലാൽ അല്ലാത്ത ഭക്ഷണം അവിടെ കയറി കഴിച്ചാൽ മതി അല്ലേ. ഇതിനെ ഒന്നും വിവാദമാക്കി തമ്മിൽ തല്ലേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇത് വലിയ രീതിയിൽ വിവാദമായി. അതെ, നമ്മുടെ ഒരു സമൂഹത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്തിനാണ് ഇത്തരം ബോർഡുകൾ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമൂഹത്തിൽ. അല്ല, ഇത് പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞല്ലോ ഹജ്ജിന് പോകുന്ന വിമാനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. എയർ ഇന്ത്യ ഒരു നല്ല മാതൃകയാണ്. ഇപ്പോൾ റംസാൻ കാലത്ത് വ്രതക്കാലത്ത് അവർ പകൽ ഭക്ഷണം കഴിക്കില്ല അല്ലേ. വ്രതമെടുക്കുന്നവർ പകൽ ഭക്ഷണം കഴിക്കില്ല. അപ്പം അവർ ഭക്ഷണം കഴിക്കുന്നത് അതിരാവിലെയും സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്. സൂര്യനെ അസ്തമിച്ചതിന് ശേഷം വ്രതക്കാലമായതുകൊണ്ട് അവരുടെ മതപരമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് ഹലാൽ ഭക്ഷണം വേണം, കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടിക്കോട്ടെ, അത് കഴിച്ചോട്ടെ അവർ. എന്തിനാ അതിലൊരു വിവാദം? അപ്പോൾ അങ്ങനെയുള്ള ഹലാൽ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ അറിയണം. അപ്പോൾ അതിനവരൊരു ബോർഡ് വെക്കുകയാണ്, ഇതാ ഇവിടെ ഹലാൽ ഭക്ഷണം കിട്ടും. ഇതേ സ്വാതന്ത്ര്യം, ഇതേ മാതൃക നമുക്ക് ഈ ഹലാൽ അല്ലാത്ത ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകണമെന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഹലാൽ അല്ലാത്ത ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഹലാൽ ഭക്ഷണം വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. അതെ, വാശി പിടിക്കരുത്. അതെ, ഇപ്പോൾ ജിദ്ദയിലേക്ക് പോകുന്ന വിമാനത്തിൽ കയറിയിട്ട് എനിക്ക് ഹലാൽ അല്ലാത്ത ഭക്ഷണം വേണം എന്ന് പറയരുത്. കാരണം ടാറ്റ വളരെ മുൻകൂട്ടി തന്നെ കൃത്യമായിട്ട് പറയുന്നു, എന്താ ഇങ്ങോട്ടുള്ള വിമാനങ്ങളിൽ ഇതേ കിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ഹജ്ജ് പോകുന്ന വിമാനങ്ങളിൽ ഇതേ കിട്ടുള്ളൂ. ഇത് അവരുടെ ഒരു കണ്ടീഷനാണ്. ഈ കണ്ടീഷനെ കണ്ടീഷനായിട്ട് കാണുക, അതിനകത്ത് മതം കലർത്താതിരിക്കുക. എൻ്റെ മതവിശ്വാസം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഇതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ റംസാൻ കാലത്ത് ഇതുപോലെ മതപരമായ ഹലാൽ ഭക്ഷണം കിട്ടുന്നത് പോലെ തന്നെ ഹലാൽ അല്ലാത്ത ഭക്ഷണവും കിട്ടാനുള്ള സംവിധാനം വേണം. അത് ഞാൻ പകൽ വ്രതം എടുക്കുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ട് മറ്റാരും കഴിക്കാൻ പാടില്ല എന്ന നിലപാടും നമുക്ക് വേണ്ട. അത് തെറ്റാണ്, അത് ശരിയല്ല. ഭക്ഷണം കഴിക്കുന്നവർ കഴിച്ചോട്ടെ, ഞാൻ വ്രതമെടുക്കുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഒരു ഘട്ടത്ത് നമ്മളെ നാട്ടിലൊക്കെ ഇത് ചർച്ച ചെയ്ത് അനാവശ്യമായിരുന്നു എന്നാണോ ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും. അതൊക്കെ ഇതിനകത്തൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ജനങ്ങളെ രണ്ടായിട്ട് വിഭജിച്ച് അതിൽ നിന്നൊരു മുതലെടുപ്പ് നടത്താൻ, പ്രത്യേകിച്ച് ഇത് ചില നരേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്യണം. അതിനേറ്റവും മിടുക്കരായിട്ടുള്ളത് ഈ ജിഹാദി സ്ലീപ്പർ സെല്ലുകളും പിന്നെ അതുപോലെ തന്നെ സൈബർ പോരാളികളും. ഇവർ വലിയ അപകടം നാട്ടിലുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരിത് വിവാദം ആദ്യം മുമ്പോട്ട് കൊണ്ടുവന്നത് BJP ആണ്. അത് BJP എനിക്ക് തോന്നുന്നു അങ്ങനെ വരാൻ കാര്യം പിന്നെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ നടന്നൊരു സംഭവമാണ്. ഒരാൾ അവിടെ ചെന്നിട്ട് ഹലാൽ ഭക്ഷണം ഇല്ലാത്തൊരു സ്ഥലത്ത് ഹലാൽ ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അവരില്ലെന്ന് പറയുന്നു. അയാൾ പോകുന്നു. അങ്ങനെ കുറച്ച് പേര് അവിടെ വന്ന് ഇതുപോലെ ഹലാൽ ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അതൊരു ഒരു ബിസിനസ് ഒരു തന്ത്രമാണ് അതിൽ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവിടെ ഹലാൽ ഭക്ഷണം ഇല്ല എന്നുള്ള ബോർഡ് വെച്ചു. ആ ബോർഡ് വെച്ചപ്പോൾ അവിടെ കയറി ആക്രമിച്ചു. അങ്ങനെയാണ് അതിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാനിവിടെ ഈ ഹോട്ടലിൽ ഞാൻ നേരത്തെ വിളക്ക് കത്തിക്കുകയായിരുന്നു, പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ മറ്റു വിഭാഗത്തിലും എല്ലാവരും വരെയാണ്. അങ്ങനെ അതുപോലും ആ ബിംബം പോലും ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇവിടെ വന്നൊരാൾ ഭക്ഷണം ചോദിക്കുന്നു, ഹലാൽ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇറങ്ങി പോകുന്നു എന്ന് പറയുന്നു.
ഈ ഒരു ആംഗിൾ ഉണ്ട് അത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് കച്ചവട താല്പര്യമുണ്ട്, അതിനകത്ത് മത താല്പര്യമുണ്ട്, അതിനകത്ത് വിഭാഗീയതയുണ്ട്, ഇതൊക്കെയുണ്ട്. ഇവിടെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതായത് ഈ മുസ്ലിം സമുദായം അവരുടെ എല്ലാ കാര്യങ്ങളെയും ബിംബവൽക്കരിക്കുമ്പോൾ, ചിഹ്നങ്ങളും അടയാളങ്ങളും വെച്ച് ബിംബവൽക്കരിക്കുമ്പോൾ ഇവരത് ചെയ്യുന്നില്ല. ആ ഇൻസെക്യൂരിറ്റിയെയാണ് മറ്റു പാർട്ടിക്കാർ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിനെ ഹലാൽ ഫ്ലാറ്റുകൾ എന്ന് പറയുന്നു, ഇതിനെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് ഒഴിവാക്കി ഇത്തരം മാതൃകകൾ, ഒരാളിന് ഹലാൽ വേണം, അയാൾ ഹലാൽ കിട്ടുന്ന സ്ഥലത്ത് പോയി കഴിച്ചോട്ടെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ പിന്നെ എല്ലാം ഈ ഇടുന്ന ജട്ടിയിൽ വരെ ഹലാൽ ഉണ്ടാക്കാൻ നിന്ന വലിയ കഷ്ടമാണ്. നമുക്കതിനെക്കുറിച്ച് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഇത് എയർ ഇന്ത്യ നല്ലൊരു മാതൃക കാണിച്ചിരിക്കുകയാണ്.